ഹലോ കൂട്ടുകാരെ, പാരീസ് സിറ്റി ടൂറിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഐഫൽ ടവറും അതുപോലെ സൈൻ റിവർ ക്രൂയിസുമാണ് നടത്തുന്നത്. അതിൻ്റെ വീഡിയോ പങ്കുവയ്ക്കാമെന്ന്. അപ്പോൾ ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. Many young couples walking hand in hand, kissing each other. ഇപ്പം ഞങ്ങളുടെ ടൂർ ഗൈഡ് പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഈ പാരീസ് സിറ്റിയിലൂടെ കപ്പിൾസ് നടക്കേണ്ട രീതി എന്താണെന്നാണ്. യങ് എന്നുള്ളത് ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാണ്. പാരീസേ സിറ്റി ഓഫ് റൊമാൻസ് ഓർ സിറ്റി ഓഫ് ലവ് ആണ്. അതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഈ പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നത് ഒരു റോമൻ കാത്തലിക് ചർച്ചാണ്. പക്ഷെ അതിൻ്റെ ഡോംബൊക്കെ കാണുമ്പോൾ ഒരു മുസ്ലിം ചർച്ചാണെന്ന് കരുതും. പക്ഷെ മുകളിൽ ഒരു ക്രോസ് കുരിശുള്ളത് കൊണ്ട് നമുക്കത് ക്രിസ്ത്യൻ പള്ളിയാണെന്ന് മനസ്സിലായി. നമ്മൾ ഐഫൽ ടവറിൻ്റെ അടുത്തേക്ക് എത്തി തുടങ്ങി. ദൂരെ നിന്നും നമുക്ക് ഐഫൽ ടവറിനെയും കാണാം. ഇത് ഷാം ഡെമാസ്, ഐഫൽ ടവർ ഇരിക്കുന്ന സ്ഥലം. എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഐഫൽ ടവറിനെ പറ്റി വിശദമായി പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അതിൽ പറഞ്ഞതുപോലെ 60 ടൺ അയേൺ ഉപയോഗിച്ച് 80,000 മെറ്റൽ പാർട്ടുകളിൽ 40,000 ക്ലാമ്പ് ഉപയോഗിച്ച് പണിതിരിക്കുന്ന വൺ ഓഫ് ദി ടോളസ്റ്റ് മാൻമെയ്ഡ് സ്ട്രക്ചർ. 1889 പണിത ഐഫൽ ടവർ 40 വർഷത്തോളം ലോകത്തിലെ ടോളസ്റ്റ് ടവറിൻ്റെ 1ാം സ്ഥാനത്തായിരുന്നു. 300 മീറ്റർ ഉയരമുണ്ടായിരുന്ന ഈ ടവർ 1957 ബ്രോഡ്കാസ്റ്റിംഗ് ആൻറ്റിനയും കൂടെ കണക്ട് ചെയ്തപ്പോൾ 312 മീറ്ററായി. ടവറിൻ്റെ ഫുൾ വ്യൂ കിട്ടുന്നതിന് വേണ്ടിയാണ് എല്ലാവരും കുറച്ച് ദൂരത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പശ്ചാത്തലത്തിൽ ഐഫൽ ടവറുള്ള ഈ പുൽമേടുകളും തടാകങ്ങളും ചെറിയ അരയന്നങ്ങളും ഒക്കെയുള്ള ഈ പ്രദേശത്ത് പ്രീ മാരേജ് ഷൂട്ടിങ്ങും അതുപോലെ വെഡ്ഡിംഗ് ലൊക്കേഷനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ടത്രേ. ഹലോ ഫ്രണ്ട്സ്, 2ാം നിലയിൽ നിന്നുള്ള പാരീസിൻ്റെ വ്യൂ. ഇതിനെപ്പറ്റി ഞാൻ എന്തു പറയാനാണ്? നമ്മൾ സിറ്റി ടൂറിൽ കണ്ട എല്ലാ കാഴ്ചകളും ഇതിൻ്റെ 360 ഡിഗ്രി വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. ശക്തമായ കാറ്റും ഉള്ളത് കൊണ്ട് പറയുന്നതൊന്നും ക്ലിയർ ആകുന്നുമില്ല. ഇതാണ് സൈൻ റിവർ. റിവർ ക്രൂയിസിൻ്റെ സമയത്ത് ഐഫൽ ടവറിൻ്റെ വ്യൂ നമുക്ക് സൈൻ നദിയിൽ നിന്നും കാണാൻ സാധിക്കും. വീഡിയോയോ എനിക്ക് പേടിയാവുന്നു. ഇല്ലുമിനേറ്റിംഗ് ഐഫൽ ടവറിൻ്റെ ഷോർട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ഈ ബ്ലാക്ക് ലേഡിയെ ഗോൾഡൻ ബ്യൂട്ടിയാക്കി മാറ്റുന്നതിനുള്ള LED ബൾബുകളൊക്കെയാണ് മുകളിലേക്കുള്ള വ്യൂവിൽ കാണുന്നത്. ഒരു ലെയർ സ്റ്റെപ്പ് കൂടി താഴേക്ക് ഇറങ്ങിയപ്പോൾ പാരീസ് സിറ്റിയുടെ കുറച്ചുകൂടി അടുത്തുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിച്ചു. മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ കണ്ടപ്പോൾ മുകളിലുള്ള ആൾക്കാരെല്ലാം കൂകലും വിളികളും എല്ലാമാണ്. പിന്നെ പത്മിനി ചേച്ചിയും അത് കഴിഞ്ഞ് ഞാനും ബാബുചേട്ടനും എല്ലാം ഞങ്ങളെ കൃത്യമായി കിട്ടുന്ന ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. ഫോട്ടോ ക്ലിയറായ ഈ ഭാഗത്ത് നിന്നപ്പോൾ സൈൻ നദിയും കുറച്ചുകൂടെ സുന്ദരിയായി. ചേച്ചിയും ചേട്ടനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം അവരെ കാണാനില്ല. പകരം കുറച്ച് ആഫ്രിക്ക ഫ്രഞ്ചുകാരെയൊക്കെ മാത്രമേ ഇപ്പം കാണാനുള്ളൂ. അപ്പോഴേക്കും സുജാ മാഡവും ക്യാമറയ്ക്ക് മുമ്പിൽ പോസ് ചെയ്യാനായിട്ടെത്തി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കോകില മാഡവും കൂടി ആയപ്പോൾ ഞങ്ങൾ അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്നൊരു വീഡിയോയും കൂടിയായി. ഇനി ഞങ്ങൾ താഴെ ഇറങ്ങിയ ശേഷം അടുത്തതായി റിവർ ക്രൂയിസിനുള്ള ഷിപ്പിലേക്ക് പോവുകയാണ്. ഇനി എല്ലാവർക്കും ഈ ക്രൂയിസിലിരുന്നു കൊണ്ട് ഐഫൽ ടവറിനെയും അതുപോലെ പാരീസ് സിറ്റി വ്യൂവും കാണുന്നതിന് വേണ്ടി മുകളിലത്തെ ഡെക്കിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ അയൺ ലേഡിയുടെ കുറച്ചു ഭാഗമൊക്കെ കാണാം. അപ്പോഴേക്കും ചേച്ചിയെയും ചേട്ടനെയും കിട്ടി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മുകളിലത്തെ ഡെക്കിലിരുന്നു. മാനമൊക്കെ കറുത്തിരുണ്ട് തുടങ്ങിയിരുന്നു. മഴക്കാറും നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് കുറച്ചു പേരൊക്കെ താഴത്തെ ഡെക്കിലായിരുന്നു. യാത്ര പുറപ്പെട്ടതും മഴയും ആരംഭിച്ചു. മുകളിലത്തെ ഡെക്കിലുണ്ടായിരുന്ന കുറേ യാത്രക്കാരെല്ലാം താഴേക്ക് പോയി. നമ്മൾ മലയാളികളോടാണോ കളി? ഈ മഴയൊക്കെ നമുക്ക് വെറും പുല്ലാണെന്നുള്ള ഭാവത്തിൽ റെയിൻകോട്ടും കുടയുമൊക്കെയായി ഞങ്ങൾ മുകളിൽ തന്നെ ഇരുന്നു. ഈ കാണുന്നതേ ഞാൻ മേടിച്ച സുവനീറാണ്. അതിൽ ചുമപ്പ് മഷിയിൽ ടിക്ക് ചെയ്തിരിക്കുന്നതാണ് നോട്രേഡാം കത്തീഡ്രൽ. അത് ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു സിറ്റി ടൂറിൽ. ക്രൂയിസിൽ കയറുമ്പോൾ വരുന്നു നോട്രേഡാം കത്തീഡ്രൽ. ഇത് വെർജിൻ മേരിയുടെ അഥവാ അവർ ലേഡി ഓഫ് പാരീസിൻ്റെ റോമൻ കാത്തലിക് ചർച്ചാണ്. 2019 ഏപ്രിൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നതിനെ തുടർന്ന് അടച്ചിട്ട ഈ കത്തീഡ്രൽ 2024 ഡിസംബറിലാണ് വീണ്ടും കാണികൾക്കായി തുറന്നു കൊടുത്തത്. വരുന്ന ഒരു മെറ്റൽ സ്ട്രക്ചറിലുള്ള ഒരു പാലം കണ്ടു. ഇതുപോലെയുള്ള 37 പാലങ്ങൾ, ബ്രിഡ്ജസ്, പല ഡിസൈനുകളിലും ഹിസ്റ്റോറിക് സ്റ്റോൺ സ്ട്രക്ചറിലും മോഡേൺ മെറ്റൽ വർക്ക്സിലുമുള്ള 37 പാലങ്ങളാണ് ഈ റിവർ ക്രൂയിസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. സൈൻ നദിയുടെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്ന ഈ 37 പാലങ്ങളിൽ അലക്സാണ്ടർ ബ്രിഡ്ജും ഉൾപ്പെടുന്നു. ഈ ബ്രിഡ്ജ് കടന്നപ്പോൾ നമുക്ക് വീണ്ടും നോട്രേഡാം കത്തീഡ്രൽ വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഇപ്പോൾ എല്ലാവരും ശരിക്കും കണ്ടില്ലേ കത്തീഡ്രൽ. ഇനി വരുന്ന ഈ ബ്രിഡ്ജും കടന്നു കഴിയുമ്പോൾ ഫ്രഞ്ച് ആർട്ട് മ്യൂസിയമാണ് നമ്മൾ കാണുന്നത്. ലാർജസ്റ്റ് ആർട്ട് മ്യൂസിയം ഇൻ യൂറോപ്പ്. ഇതൊക്കെ ക്രൂയിസ് ഷിപ്പ് ഉള്ള അകത്ത് പോയി കാണണമെങ്കിൽ ഒരു 10 ദിവസം നമ്മൾ പാരീസിൽ തന്നെ താമസിക്കണം. ഈ ബ്രിഡ്ജ് കൂടെ കടന്നാൽ ഇടതുവശത്ത് കാണുന്നത് മൊണാലിസ ഇരുന്ന ലൂവർ മ്യൂസിയം. ഈ ക്രൂയിസ് യാത്രയ്ക്ക് ഭംഗിയേകാൻ വേണ്ടി കുഞ്ഞു സ്വാനുകളും ഇതിലൂടെ ഒഴുകി നടക്കുന്നുണ്ട്. അതും വളരെ സന്തോഷകരമായ കാഴ്ചകൾ തന്നെയായിരുന്നു. ഇനി ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ കോർട്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് സൂം ചെയ്തെന്നേ ഉള്ളൂ. പാരീസ് സിറ്റി ടൂർ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അലക്സാണ്ടർ ബ്രിഡ്ജ് നമുക്ക് പുറകിൽ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുക്കാം. ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സൈൻ റിവറിൽ നിന്നുള്ള ഐഫൽ ടവറിൻ്റെ വ്യൂവും ഇവിടെ കാണുന്നു. നിങ്ങൾക്ക് ഈ പാരീസ് വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.